എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഭൗതികമായ പ്രശ്നങ്ങളെ ആത്മീയമായ ദൃഷ്ടിയോടുകൂടി, ആത്മീയമായ ഒരു പെർസ്പെക്റ്റീവോടുകൂടി എങ്ങനെ ഫേസ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്ക്. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് എപ്രകാരമാണോ ഭൗതികമായ പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് ആധ്യാത്മികമായി അതിനെ പ്രതിരോധിക്കാൻ സാധിക്കുക. സ്പിരിച്വൽ ഇന്റലിജൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. എന്താണ് സ്പിരിച്വൽ വിസ്ഡം, അല്ലെങ്കിൽ എന്താണ് സ്പിരിച്വൽ ഇന്റലിജൻസ്, അതല്ലെങ്കിൽ എന്താണ് സ്പിരിച്വലി സ്മാർട്ട്? നമുക്ക് നമ്മളുടെ സൂത്രത്തിലേക്ക് പോകാം. എന്താണ് ഇന്നത്തെ സൂത്രം പറയുന്നത്? ഭവതു ലൗകിക സമസ്യാനാം സമാധാനം തു ആധ്യാത്മിക ദൃഷ്ട്യ ഏവ. എന്ന് വെച്ചാൽ എന്താണ്? നമ്മളുടെ എല്ലാ വേൾഡ്ലി പ്രോബ്ലംസും, ലൗകികമായ എല്ലാ പ്രശ്നങ്ങളും എപ്പോഴാണ് സോൾവ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ അതെല്ലാം പരിഹരിക്കപ്പെടുന്നത് എപ്പോഴാണ്? ആധ്യാത്മികമായ ഒരു കാഴ്ചപ്പാടുള്ളപ്പോൾ മാത്രമാണ് അതിൻ്റെ ശരിയായ സൊല്യൂഷൻ നടക്കുന്നത്. ഇതാണ് ഇന്നത്തെ നമ്മുടെ സൂത്രം. നമ്മൾ സാധാരണ വിചാരിച്ചിരിക്കുന്നത് എന്താണ്? ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ അതിനെ ടാക്കിൾ ചെയ്യുക. എങ്ങനെയാണ് ടാക്കിൾ ചെയ്യുക? ഭൗതികമായ പ്രശ്നങ്ങളാണല്ലോ എല്ലാവർക്കും. വിശപ്പ് മുതൽ തുടങ്ങുന്നു ഭൗതികമായ പ്രശ്നങ്ങൾ, അല്ലെ? ശരീരത്തിന്റെ വിശപ്പ്, മനസ്സിന്റെ വിശപ്പ്, ബുദ്ധിയുടെ വിശപ്പ്, അതുപോലെ അംഗീകാരത്തിന് വേണ്ടിയിട്ടുള്ള വിശപ്പ്, നമ്മുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ആഗ്രഹം, ഈ സ്ഥാനങ്ങളും മാനങ്ങളിലേക്ക് കയറിപ്പോകാനുള്ള ആഗ്രഹം, നമ്മളെ തന്നെ എക്സ്പ്രസ് ചെയ്യാനുള്ള ആഗ്രഹം, ഇങ്ങനെ ഓരോ ആഗ്രഹങ്ങളും അതിന് മുമ്പിലുള്ള പ്രതിസന്ധികളുമായിട്ടാണ് നമ്മൾ ജീവിതത്തിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തൊട്ടുമുമ്പിൽ വരുന്ന പ്രശ്നങ്ങളെ, തൊട്ടുമുമ്പിൽ വരുന്ന പെയിൻ, തൊട്ടുമുമ്പിൽ വരുന്ന പ്രതിസന്ധികൾ വരുമ്പോൾ അതിന് ലൗകികമായി മാത്രം സോൾവ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മുടെ വാസന. ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടത് അത് തന്നെയാണ്, സംശയമൊന്നുമില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് വേറൊന്നും അല്ല ചെയ്യേണ്ടത്. വിശക്കുമ്പോൾ ഭക്ഷണം തേടി കണ്ടുപിടിക്കുക എന്ന് മാത്രമാണ്. അതിന് വേറെ ആത്മീയമായ സ്പിരിച്വൽ വിസ്ഡം ഒന്നും ആവശ്യമില്ല. അതിന് സ്പിരിച്വലി അതിനൊരു പരിപ്രേക്ഷ്യം ആവശ്യമില്ല, ഒരു വിഷനും ആവശ്യമില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് അതിന് സൊല്യൂഷൻ കാണുക. പക്ഷെ അത് അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല മനുഷ്യനെ സംബന്ധിച്ച്. ഇത് മൃഗങ്ങളും അത് തന്നെ ചെയ്യും. അതിന് നമ്മുടെ ആവശ്യമൊന്നുമില്ല. ഒരു പൂച്ചയ്ക്കും അറിയാം വിശന്നാൽ ഭക്ഷണം തേടി കണ്ടുപിടിക്കും. നമ്മളെക്കാൾ മനോഹരമായിട്ട് അത് ചെയ്യും. അതാണ്, നമ്മളൊരു മൃഗം ആവുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും പുറകിലായി പോകും. അത് ഓർത്തിരിക്കുക. മനുഷ്യൻ ഒരു മൃഗമാകാൻ ശ്രമിച്ചാൽ അവൻ ലാസ്റ്റ് ആയി പോകും. ഒരു പുലിയോട് നമുക്ക് മത്സരിച്ച് ഓടി ജയിക്കാൻ പറ്റുമോ? ഒരു കങ്കാരുവിനോട് ലോങ് ജമ്പിൽ മത്സരിച്ച് ജയിക്കാൻ പറ്റുമോ? ഒരു സ്രാവിനോട് നീന്തി ജയിക്കാൻ പറ്റുമോ? ഒരു ചിമ്പാൻസിയോട് ഫൈറ്റ് ചെയ്ത് ജയിക്കാൻ ലോകത്തെ ഏത് മാർഷ്യൽ ആർട്ടിസ്റ്റിന് സാധിക്കും? അങ്ങനെയൊക്കെ ശ്രമിച്ചവരുണ്ട് കേട്ടോ. ചിമ്പാൻസിയുടെ അടുത്ത് പോയി കരാട്ടക്കാരും തായ്ക്കൊണ്ടോക്കാരും ഒക്കെ മത്സരിച്ച് പിന്നെ 7 ഒടിഞ്ഞ ആശുപത്രി പോകേണ്ടി വന്നു. ചിമ്പാൻസി ഒരു തട്ടിയതോടുകൂടി 7 ഒടിവാണ് ആ ശരീരത്തിൽ ഉണ്ടായത്. ഒറ്റ അടിയിൽ 7 ഒടി. അപ്പൊ നമുക്ക് ഒരു മൃഗമാകാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചാൽ നമ്മൾ ഏറ്റവും പുറകിലായിരിക്കും ഫിനിഷ് ചെയ്യുക. എല്ലാ മൃഗങ്ങളും നമ്മളെക്കാൾ മികച്ച രീതിയിൽ പെർഫോം ചെയ്യും. നമ്മൾ ഇവരെയൊക്കെ ഔട്ട്റൺ ചെയ്യുന്ന എപ്പോഴാണ്, അല്ലെങ്കിൽ ഇവരെയൊക്കെ നമ്മൾ നിഷ്പ്രഭമാക്കുന്നത് എപ്പോഴാണ്? മൃഗങ്ങൾക്ക് ഇല്ലാത്ത ചില കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തി അത് ചെയ്യുമ്പോഴാണ് നമ്മൾ അവരെക്കാൾ സ്മാർട്ട് ആകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇമ്മീഡിയറ്റ് ആയിട്ട് മാത്രം പരിഹാരം കാണാതെ അതിനെ ടോട്ടലി പരിഹരിക്കാൻ, അല്ലെങ്കിൽ അതിനെ ഡിസോൾവ് ചെയ്യാൻ, വെറും സൊല്യൂഷൻ മാത്രം കാണാതെ അതിനെ ഡിസോൾവ് ചെയ്യാൻ സാധിക്കുമോ എന്ന് നോക്കണം. ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ സൊല്യൂഷൻ കാണണം. അതോടൊപ്പം തന്നെ അതിനെ ഡിസോൾവ് ചെയ്യാനും നമ്മൾ പഠിക്കണം. ഈ ഡിസോൾവ് ചെയ്യുന്നതിനാണ് സ്പിരിച്വൽ വിസ്ഡം നമുക്ക് ആവശ്യം. സ്പിരിച്വലി നമ്മൾ സ്മാർട്ട് ആയിരിക്കേണ്ടത്, സ്പിരിച്വൽ ഇന്റലിജൻസ് നമുക്കുണ്ടായിരിക്കേണ്ടത്. ഇത് ഉറപ്പിച്ചോളൂ നിങ്ങൾ, ഒരു സംശയം വേണ്ട. ഇനി നിങ്ങൾ അങ്ങോട്ട് പോകും തോറും ഈ ഒരു സ്പിരിച്വൽ ഇന്റലിജൻസ് നിങ്ങൾ മുറുകെ പിടിച്ചോണം. കാര്യം, കഴിഞ്ഞ ദിവസം ഒരാൾ ഇവിടെ സന്ദർശിച്ചു, എന്നെ ലക്ഷ്മിയെ സന്ദർശിച്ചു. എന്നിട്ട് അദ്ദേഹം ഒരു വലിയ പൊളിറ്റീഷ്യനാണ്. അദ്ദേഹം ചോദിച്ചത്, എന്തുകൊണ്ട് ദുഃഖം ഉണ്ടാകുന്നു, എന്തുകൊണ്ട് ദുഃഖം വരുന്നു? നമ്മൾ ഇങ്ങനെയല്ലല്ലോ. ജീവിതം എന്ന് പറഞ്ഞാൽ എപ്പോഴും സുഖമായിരിക്കണ്ടേ? എന്തുകൊണ്ട് പ്രതിസന്ധികളും വെല്ലുവിളികളും വേദനകളും തിരിച്ചടികളും ഉണ്ടാകുന്നു? ഇതാണ് എല്ലാ മനുഷ്യരുടെയും ചോദ്യം. അവരെത്ര വലിയ ആൾക്കാരായിക്കൊള്ളട്ടെ, എത്ര വലിയ സെലിബ്രിറ്റീസ് ആയിക്കൊള്ളട്ടെ,
ഇവരുടെയൊക്കെ ധാരണ എന്ന് പറയുന്നത് ഈ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നവുമില്ലാത്ത സ്ഥലമാണ്. പ്രശ്നം വരുമ്പോൾ അതെന്തോ അബറേഷൻ സംഭവിച്ചിട്ടാണ്, അല്ലെങ്കിൽ ശരിക്കും ജീവിതത്തിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഈ പ്രശ്നം വരുമ്പോൾ അതെന്തോ കുഴപ്പമാണെന്നാണ് ഇതിലാണ് അവർ സംസാരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. ഒരു ബോക്സിംഗ് റിങ്ങിനുള്ളിൽ കയറിയിട്ട് എന്തുകൊണ്ട് എന്നെ ആരും കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നില്ല എന്ന് ചോദിക്കുന്നത് പോലെയാണ് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് വൈ മീ എന്ന് ചോദിക്കുന്നു. വൈ നോട്ട് മീ എന്നുള്ളതാണ് ശരിക്കുള്ള ചോദ്യം. ഈ എന്തുകൊണ്ട് ഇത് വന്നില്ല എന്ന് ആലോചിച്ചിരിക്കുമായിരുന്നു ഞാൻ എന്ന രീതിയിൽ വേണം നമ്മൾ അതിനെ ഫേസ് ചെയ്യാൻ. ഒരു പ്രശ്നം നമ്മളിലേക്ക് വരുമ്പോൾ ഞാൻ എവിടെ പോയി എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, എന്തുകൊണ്ട് എൻ്റെ പേര് വിളിച്ചില്ല എന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. ആ ഒരു കൺവിക്ഷൻ നമുക്കുണ്ടായിരിക്കണം. നമ്മളിവിടെ വന്നിരിക്കുന്നത് ഫൈറ്റ് ചെയ്യാനാണ്. നമുക്ക് ഒരു സോഫ്റ്റ് ആയി ആദ്യമൊക്കെ കുറച്ച് സോഫ്റ്റ്നെസ് ഒക്കെ ഉണ്ടാവും, പിന്നെ അങ്ങോട്ട് കളി മുറുകും. ഇന്റർവെല്ലിനൊക്കെ ശേഷം കളി മുറുകി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യാതൊരു സോഫ്റ്റ്നെസ് ഒന്നും പ്രതീക്ഷിക്കരുത്. ഇങ്ങോട്ടും പ്രതീക്ഷിക്കേണ്ട, അങ്ങോട്ട് കൊടുക്കുകയും വേണ്ട. ടഫാവും ജീവിതം, നമ്മളും ടഫാവും. ടഫായേ പറ്റും. പഴയ സോൾജിയറിനെ, നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ഫൈറ്ററിനെ ഉണർത്തുക. നമ്മളെ സിനിമയുണ്ടല്ലോ, എന്തായിരുന്നു, കാന്താര എന്ന് പറയുന്ന സിനിമയില് പിന്നെ ഗുളികൻ വന്നിട്ട് ഉണർത്തുന്നില്ലേ, ആ തളർന്നു പോയ, അടികൊണ്ട് തളർന്നു വീണ ആ ഒരു സാധാരണ മനുഷ്യനുണ്ടല്ലോ, ഒരു ഭക്തൻ, അയാളെ ഗുളികൻ വന്ന് ആവേശിക്കുന്നത് പോലെ, ഗുളികൻ വന്ന് ഉണർത്തുന്നത് പോലെ നമ്മൾ ഉണർത്തുക. നമ്മളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ പ്രാചീനമായ ശക്തിയെ ഉണർത്തുക. വേറെ ഒരു നിവൃത്തിയില്ല. ഓടി രക്ഷപ്പെടാനൊന്നും പറ്റില്ല. റിങ്ങിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ പറ്റില്ല. മുമ്പിൽ നിന്ന് ആക്രമിച്ച് കയറുകയാണ് എതിരാളി. അപ്പൊ നമ്മൾ എങ്ങോട്ട് ഓടാൻ പറ്റില്ല. പഠിച്ചതെല്ലാം പുറത്തെടുക്കുക, ഫൈറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ആധ്യാത്മികമായിട്ടുള്ള ഒരു ബുദ്ധി വേണം. എന്താണ് സ്പിരിച്വൽ പെർസ്പെക്റ്റീവ്? ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. സ്പിരിച്വൽ പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ അതിന് കുറച്ച് ലിംസ് ഉണ്ട്, കുറച്ച് അവയവങ്ങളുണ്ട്. എന്തൊക്കെയാണ്? നമുക്ക് ഓരോന്നായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നോക്കാം. ഒരു പ്രശ്നത്തെ സ്പിരിച്വൽ ഇന്റലിജൻസോടുകൂടി നേരിടുക എന്നുള്ളതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ ആദ്യമേ പറഞ്ഞു, ഈശ്വരൻ നമ്മുടെ സമവാക്യത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അത് ഞാൻ ഇപ്പോൾ ആവർത്തിക്കുന്നില്ല, അല്ലെ? ഈശ്വരൻ നമ്മുടെ സമവാക്യത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അത് മറന്നിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. കാര്യം മനുഷ്യന്റെ എല്ലാം എന്താണ്, ലിമിറ്റഡ് ആണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു തൊട്ട് മുമ്പത്തെ സൂത്രത്തിൽ. മനുഷ്യന്റെ എല്ലാ പ്രയത്നങ്ങൾക്കും ലിമിറ്റേഷൻ ഉണ്ട് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇപ്പൊ നിങ്ങൾ ഗുരുനാനാക്കിന്റെ കഥ കേട്ടിട്ടുണ്ടാവും. ഗുരുനാനാക്ക് ആരാണ്? ഗുരുനാനാക്ക് സിഖ് മത സ്ഥാപകനാണ്. ഇത്രയാണ് നമുക്ക് അറിയാവുന്നത്. അദ്ദേഹം എപ്പോഴാണ് സിഖ് മതം സ്ഥാപിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സിഖ് മതത്തിന്റെ ഒരു ആത്മീയ നേതാവായിട്ട് എങ്ങനെയാണ് ഗുരുനാനാക്ക് മാറിയത്? ഗുരുനാനാക്ക് ഒരു സാധാരണക്കാരനായിരുന്നു. അദ്ദേഹം ഒരു ഗുമസ്തനായിരുന്നു, ഒരു ക്ലർക്കായിരുന്നു. അന്നത്തെ രാജഭരണത്തിന് കീഴിൽ അദ്ദേഹം സൈനികർക്കിടയിൽ റേഷൻ വിതരണം ചെയ്യുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി. അദ്ദേഹം ഒരു ക്ലറിക്കൽ ജോബായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. സൈനികർക്ക് റേഷൻ കൊടുക്കുക, അതിന്റെ മേൽനോട്ടം, മാനേജിങ് ആയിട്ടുള്ള ഒരു മാനേജറായിരുന്നു അദ്ദേഹം. അദ്ദേഹം എങ്ങനെയാണ് ഒരു സിഖ് മതം എന്ന് പറയുന്ന ഒരു വലിയ മതത്തിന്റെ സ്ഥാപകനും ആത്മീയ നേതാവുമായിട്ട് എങ്ങനെ മാറി? അവിടെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ളത്. എപ്പോഴാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫൈറ്റർ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നത് പോലെ ഈശ്വരനും നമ്മളിലുണ്ട്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എപ്പോഴാണ് നമ്മളെ ഓവർ പവർ ചെയ്യുക എന്ന് പറയാൻ പറ്റും. അത് ഓവർ പവർ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്കൊന്നും ചെയ്യാനില്ല. ഈ കാറ്റുവഞ്ചി തുഴയുന്നത് പോലെയാണ്. ഈ പായ്വഞ്ചി തുഴയുന്നത് കണ്ടിട്ടുണ്ടോ? പായ്വഞ്ചി എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ നല്ല എഫർട്ട് ഇടണം. അതിനുശേഷം ഈ പായ വിരിക്കും. അത്യാവശ്യം ഒരു മൊമെന്റം കിട്ടിക്കഴിഞ്ഞാൽ ഈ പായ വിരിച്ചു വെക്കും. പായ വിരിച്ചു വെച്ചു കഴിഞ്ഞാൽ കാറ്റ് വന്ന് ഇതിനെ കൊണ്ടുപോകും. എന്നാൽ കെട്ടിയിട്ട അവസ്ഥയിൽ കാറ്റൊന്നും വരില്ല കേട്ടോ. കെട്ടിയിട്ട സമയത്ത് നിങ്ങൾ പായ വിരിച്ചാൽ ഈ കാറ്റൊന്നും പിടിക്കാൻ പോണില്ല. അതിനെ ആദ്യം തുഴഞ്ഞ് നദിയുടെ നടുക്കെത്തിക്കണം. നദിയുടെ നടുക്ക് നല്ല കാറ്റുണ്ടാവും, വശങ്ങളിൽ ഉണ്ടാവില്ല. ഞാനിത് കണ്ടിട്ടുണ്ട്. ഞാൻ വൈക്കത്താണ്, മറവന്തുരുത്ത് എന്ന് പറയുന്ന ഒരു ദ്വീപിലായിരുന്നു. ദ്വീപിനടുത്താണ് നമ്മൾ. അപ്പം അവിടെ മൂവാറ്റുപുഴ ആറിക്കൂടെ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് പായ്വഞ്ചി പോകും. പായ്വഞ്ചി പോകുമ്പോൾ അയാൾ അധികം ഒന്നും തുഴയില്ല, അല്ലെങ്കിൽ അയാൾ തുഴയുന്നതിനേക്കാൾ സ്പീഡിലാണ് പായ്വഞ്ചി പോകുന്നത്. കാര്യം ഈ കാറ്റാണ് അതിനെ സഹായിക്കുന്നത്. ഗംഭീരമായൊരു കാഴ്ചയായിരുന്നത്. അതിപ്പോ കാണാനില്ല. അത് അതിഗംഭീരമായൊരു കാഴ്ച. വലിയ ചരക്കുകൾ ഉണ്ടാവും അതിന് പുറകിൽ. ആലപ്പുഴയിൽ നിന്നൊക്കെ ചരക്കെടുത്ത് തിരിച്ചു വരുന്ന വഴിയായിരിക്കും.
പക്ഷേ ഈ ചരക്കിന്റെ ഭാരം ഒന്നും ഒരൊറ്റ ഒരാളായിരിക്കും തുഴയുക. ഒരു കൃശഗാത്രനായ മനുഷ്യൻ തന്റെ കഴുക്കോല് പിടിച്ച് തുഴഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ അത്ഭുതപ്പെടും, ഇയാൾക്ക് ഇത്രയും കരുത്തോ? വാസ്തവത്തിൽ അത് കരുത്തല്ല, അത് സയൻസ് ആണ്. ആ കാറ്റ് പായ തുറന്നു വെച്ചു, അതോടുകൂടി കാറ്റ് വന്ന് അതിനെ കൊണ്ടുപോവുക. അപ്പൊ അതുപോലെയാണ് ഈശ്വരൻ നമ്മളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യം കുറച്ച് എഫേർട്ട് ഇട്ട് കഴിഞ്ഞ് ഈ പായ തുറന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഹൃദയം തുറന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഭഗവാൻ എടുത്തുകൊണ്ട് പോകും. ഇത് രാമകൃഷ്ണദേവൻ പറയുന്ന മെറ്റഫറാണ്. ശ്രീരാമകൃഷ്ണദേവൻ പറയാറുള്ള മെറ്റഫറ. ആദ്യം കുറച്ച് പണിയെടുക്ക്, ബാക്കി അങ്ങേര് നോക്കിക്കോളും. നിങ്ങൾ ആദ്യം തന്നെ ദൈവം വന്ന് പണിയെടുക്കുമെന്ന് വിചാരിക്കരുത്. ആദ്യം നിങ്ങൾ ഇത് തുഴഞ്ഞ് പുറം നദിയിൽ എത്തിക്കണം, നദിയുടെ നടുക്കെത്തിക്കണം. എത്തിക്കഴിഞ്ഞാൽ ബാക്കി കാറ്റ് നോക്കിക്കോളും. അപ്പൊ അതുപോലെ ഈശ്വരൻ എപ്പോ വേണമെങ്കിലും നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കാം. അതുപോലെ ഒരു ദിവസം ഇദ്ദേഹത്തിലും ഉണ്ടായി, ഈ ഗുരുനാനാക്കിലും ഉണ്ടായി. നാനാക്ക് ഒരു ദിവസം എണ്ണുകയായിരുന്നു. ചാക്കില് ഇങ്ങനെ കോരി നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പറ, 2 പറ, 3 പറ ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുക, റേഷൻ വിതരണം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അദ്ദേഹം 1 2 3 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എണ്ണി 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 12 വരെ എണ്ണി. അടുത്തത് എണ്ണിയപ്പോ തേരെ എന്നായിപ്പോയി. തേര എന്നാണ് എണ്ണേണ്ടത്, പക്ഷെ ഇദ്ദേഹം എണ്ണിയത് തേരെ, അങ്ങേക്ക്, അവിടുത്തെ, എൻ്റെ അല്ല എന്നൊക്കെയാണ് അതിനർത്ഥം. അപ്പൊ ഇദ്ദേഹം ആദ്യം വിചാരിച്ച് തെറ്റിയതാണ്. വീണ്ടും അദ്ദേഹം ഒന്നുകൂടെ പറഞ്ഞു നോക്കി. തേര എന്ന് പറയും, തേരെ എന്നായിപ്പോ. വീണ്ടും തേര എന്ന് പറയും, തേരെ എന്നായിപ്പോ. പെട്ടെന്ന് ഇയാൾ കരയാനും തുടങ്ങി. എന്നുവെച്ചാൽ എൻ്റെ അല്ല, ഇത് നിന്റെയാണ്, ഇത് നിന്റെയാണ്. ഈശ്വരന് ഓർമ്മ വന്നു. ആ ഒരു ഒറ്റ വാക്കില് ഗുരുനാനാക്ക് മാറുകയാണ്. തേരെ എന്നുള്ള ഒരേ ഒരു വാക്കില്, എല്ലാം നിന്റേതാണ്, എനിക്കൊന്നുമില്ല, ഇതെല്ലാം നിന്റേതാണെന്നുള്ള ഒറ്റ വാക്കില് ഗുരുനാനാക്ക് മാറി. അദ്ദേഹം ട്രാൻസ്ഫോംഡ് ആയി, അദ്ദേഹം എൻലൈറ്റൻഡ് ആയി. അദ്ദേഹം അവിടെ ഇല്ല, നിർവ്വാണത്തിലേക്ക് പോയി. തേരെ എന്നുള്ള ഒരേ ഒരു വാക്കിൽ. ഇതുപോലെ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ, ഇതൊരു അതിശയോക്തിയല്ല. പണ്ട് ബംഗാളിൽ ഒരാൾ നടക്കാൻ പോയ കഥ. ഒരു സാധകനാണ് അദ്ദേഹം. എന്നും രാവിലെ നടക്കാൻ പോകും. അങ്ങനെ നടന്ന് 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 പോകുമ്പോൾ ഒരു 7 മണിയോ 8 മണിയോ സമയമായിട്ടുണ്ട്. അപ്പൊ ഒരു കുട്ടി ഉണരുന്നില്ല. അപ്പൊ ഈ അമ്മ വന്ന് കുട്ടിയെ ഉണർത്താൻ ശ്രമിക്കുന്നത് ഇദ്ദേഹം കേൾക്കുകയുണ്ടായി. ഇദ്ദേഹത്തിന്റെ പേര് ബാബു എന്നാണ്. ബംഗാളില് സാധാരണ കൊച്ചുകുട്ടികളെയും ബാബു എന്ന് വിളിക്കും. അപ്പൊ ഈ അമ്മ വന്നിട്ട് കുലുക്കി ഉണർത്തുകയാണ്, മോനെ ബാബു, ബാബു ഉണര്, ഉണര്, ഇങ്ങനെ കിടന്ന് ഉറങ്ങല്ലേ, എന്തുറക്കായത്, നേരം വെളുത്തു, എഴുന്നേൽക്ക്, ഉണരൂ, ഉണരൂ, ഉറങ്ങരുതേ, ഈ ഇരുട്ടിൽ നിന്ന്, തമസിൽ നിന്ന് ഉണരൂ, ഉണരൂ എന്ന് ഈ അമ്മ ആ കുഞ്ഞിനോട് പറയുന്നത് ഈ മനുഷ്യനിലാണ് മാറ്റം ഉണ്ടാക്കിയത്. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഉള്ളിൽ എന്തോ ഉണർന്നു. ഈ കുണ്ടലിനെ ഉണരുക എന്നൊക്കെ പറയും. ഈ അമ്മയുടെ ഉണരൂ, ഉണരൂ എന്നുള്ള ഒരു വാക്ക് കേൾക്കാൻ കാത്തിരിക്കുമായിരുന്നു. പൂർവ്വജന്മ സുഹൃതം അവിടെ കാത്തിരിക്കുകയാണ്. ആ മനുഷ്യന്റെ ഉള്ളിലെ പൂർവ്വജന്മ സുഹൃതം കാത്തിരിക്കുകയാണ്. ആരെങ്കിലും വന്നിട്ടൊന്ന് ഉണരാൻ പറയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അത് പാകമായിട്ടിരിക്കുകയാണ്. ഇത് ബാബു അറിയുന്നില്ല. ബാബു രാവിലെ വെറുതെ നടക്കാൻ പോയ ആളാണ്. നടന്നു പോകുമ്പോൾ ഈ അമ്മ ആ ഗുരുവിന്റെ സ്ഥാനത്ത് വന്ന് നിൽക്കുകയാണ്. അന്ന് ഏതോ ഗ്രഹങ്ങളെല്ലാം കൃത്യമായ സ്ഥാനത്ത് നിന്ന ഒരു മുഹൂർത്തമായിരിക്കണം ആ പ്രഭാതത്തില്. അദ്ദേഹത്തെ അനുഗ്രഹിക്കാൻ എല്ലാ ഗ്രഹങ്ങളും കൃത്യമായ സ്ഥാനത്ത് വന്നു നിന്ന സമയമായിരിക്കണം. നക്ഷത്രങ്ങളെല്ലാം അവിടെ വന്നു നിന്ന സമയമായിരിക്കണം. അദ്ദേഹത്തിന്റെ പൂർവ്വജന്മ സുഹൃതമെല്ലാം അവിടെ സന്നിഹിതമായിരിക്കണം. എന്തായാലും അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തോട് അമ്മ പറയാണ്, ബാബു ഉണര്, ഇനി ഉറങ്ങൽ, മതി നിന്റെ ഉറക്കം, ഇനി ഉണര് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൽ മാറ്റം ഉണ്ടായി. അദ്ദേഹം ട്രാൻസ്ഫോംഡ് ആയി. ഇത് തന്നെയാണ് ഗുരുനാനാക്കിൽ സംഭവിച്ചത്. തേരെ 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 എന്നുള്ള വാക്കിൽ അദ്ദേഹം ഇല്ലാണ്ടായി അവിടെ. ആ തിരമാല കടലിൽ ലയിച്ചു. നീ മാത്രമേ ഉള്ളൂ. ഒരു തിരമാല പറയുകയാണ് തേരെ, കടല് മാത്രമേ ഉള്ളൂ എന്ന് തിരമാല പറയുന്നത് പോലെ ഗുരുനാനാക്ക് പറഞ്ഞു, ഞാനില്ല, നീ മാത്രമേ ഉള്ളൂ. സത്യമല്ലേ അത്? ഇതല്ലേ അൾട്ടിമേറ്റ് ട്രൂത്ത്, ഇതല്ലേ ആത്യന്തിക സത്യം. നമ്മൾ എന്തിനാ അതിനെ കാണാതിരിക്കുന്നത്? നമ്മൾ എന്തിനാണ് അതിൽ നിന്നും മുഖം തിരിക്കുന്നത്? നമ്മൾ എന്തിനാണ് ഒരു സങ്കുചിതമായ ഒരു വ്യക്തിബോധത്തിൽ ഒതുങ്ങുന്നത്? എന്തിന്? ഞാൻ പറഞ്ഞല്ലോ, തിരമാലകൾക്ക് പുറകിലുള്ളത് ഒരു മഹാസാഗരമാണെന്ന്. നമ്മളുടെ വ്യക്തിത്വത്തിന് പുറകിലുള്ളത് അസ്തിത്വമാണ്, എക്സിസ്റ്റൻസ് ആണ്, ഗോഡ്ലിനെസ് ആണ്. നമ്മളത് എന്തിനാണ് അക്നോളജ് ചെയ്യാതിരിക്കുന്നത്? അത് അക്നോളജ് ചെയ്യാതിരിക്കുന്നത് കൊണ്ടല്ലേ നമ്മൾ സങ്കുചിതമായി പോകുന്നത്, നമ്മൾ ഈ വേദന ഇരട്ടിയും ആയിട്ട് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത്. നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളെക്കാൾ വലുതാകണം. ഇതാണ് സ്പിരിച്വൽ വിസ്ഡം. നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് വലുതാകണം. റൈസ് അപ്പ്.
എഴുന്നേൽക്കുക, ഉയരുക, വികസിക്കുക. എക്സ്പാൻഷൻ. സ്വാമി വിവേകാനന്ദൻ ആവർത്തിച്ച് പറഞ്ഞ രണ്ട് വാക്ക് റൈസ് അപ്പ്, എക്സ്പാൻഡ്. ഈ രണ്ട് വാക്കുകളാണ് അദ്ദേഹം പറയുന്നത്. നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു മനുഷ്യൻ 39 വയസ്സ് വരെ ജീവിച്ചിരുന്ന ഒരു ഗുരു, മഹാഗുരു, ആവർത്തിച്ച് നമ്മളുടെ ചെവിയിൽ വന്ന് പറഞ്ഞുകൊണ്ടിരുന്നു, റൈസ് അപ്പ്, ഉണരൂ, 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 വികസിക്കൂ, എക്സ്പാൻഡ്, എക്സ്പാൻഡ്, എക്സ്പാൻഡ്. പിന്നെ അദ്ദേഹം പറഞ്ഞ എന്താണ്? കരുത്ത്. സ്ട്രെങ്ത് ഇസ് ലൈഫ്, വീക്ക്നെസ് ഇസ് ഡെത്ത്. ഇതൊക്കെ ആര് പറഞ്ഞിട്ടുണ്ട് നമ്മളോട്? പണ്ടങ്ങാണ്ട് ഉപനിഷത്തിലുണ്ടായിരുന്നു. അതിനുശേഷം ആരും അത് പറഞ്ഞിട്ടില്ല. പക്ഷെ എല്ലാം തികഞ്ഞ ഒരു മനുഷ്യൻ നമ്മളുടെ അടുത്ത് വന്ന് അത് പറഞ്ഞു. സ്ട്രെങ്ത് ഈസ് ലൈഫ്, വീക്ക്നെസ് ഈസ് ഡെത്ത്. ഇനി ഇതിൽ കൂടുതൽ ആരാണ് നമുക്ക് അഷുറൻസ് തരേണ്ടത്? അപ്പൊ അങ്ങനെ നമ്മൾ സ്പിരിച്വൽ വിസ്ഡത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അക്നോളജ് ചെയ്യുക, ഞാൻ ഒറ്റയ്ക്കല്ല. അക്നോളജ് ചെയ്യുക, ഞാൻ ലിമിറ്റഡും എൻ്റെ പുറകിലുള്ള ശക്തി അൺലിമിറ്റഡുമാണ്, ലിമിറ്റ്ലെസ് ആണ്, അതിന് അതിരുകളില്ല. ഈ ഒരു കാര്യം നിങ്ങൾ അക്നോളജ് ചെയ്യുക. ഇതാണ് സ്പിരിച്വൽ വിസ്ഡത്തിന്റെ ഫസ്റ്റ്. ഇനി നമ്മുടെ മുമ്പിൽ ഒരു പ്രശ്നം വരികയാണ്. ഇപ്പൊ നമ്മൾ ഈശ്വരനെ നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിച്ചു കഴിഞ്ഞു, നമ്മൾ അതിന്റെ ഭാഗമായി കഴിഞ്ഞു. ഇനി നമ്മുടെ മുമ്പിലേക്ക് ഒരു പ്രശ്നം വരികയാണ്. ഇപ്പൊ നമ്മൾ എക്യുപ്ഡ് ആയി കഴിഞ്ഞു. പക്ഷെ എത്ര തന്നെ ഈശ്വരൻ നമ്മുടെ കൂടെ ഉണ്ടായാലും ഇത് ഓർത്തിരിക്കട്ടെ, ഏതൊക്കെ അമ്പലത്തിൽ പോയാലും, ഏതൊക്കെ വഴിപാടുകൾ കഴിച്ചാലും, ഏതൊക്കെ ഈശ്വരനെ ഉപാസിച്ചാലും ദയവ് ചെയ്ത് വിചാരിക്കരുത് ലൈഫ് ഈസി ആയിരിക്കും, അല്ലെങ്കിൽ ലൈഫിൽ നിങ്ങൾ വെറുതെ വിടുമെന്ന്, നിങ്ങളെ ടെസ്റ്റ് ചെയ്യില്ല എന്ന് വിചാരിക്കരുത്. അത് മാത്രം വിചാരിച്ചേക്കരുത്. തെറ്റിദ്ധാരണയാണ്. ഏതൊക്കെ ദേവതയെ ഉപാസിച്ചാലും, എന്തൊക്കെ മന്ത്രങ്ങൾ ജപിച്ചാലും ഭയന്നല്ല ജപിക്കേണ്ടത്, കരുത്ത് തരാൻ വേണ്ടി മാത്രമേ ചോദിക്കാവുള്ളൂ. അല്ലാണ്ട് എന്നെ ഒഴിവാക്ക്, എന്നെ ടെസ്റ്റുകളിൽ നിന്ന് ഒഴിവാക്ക് എന്ന് ചോദിക്കരുത്. ടെസ്റ്റുകളിൽ നിന്ന് ഒഴിവായാൽ പിന്നെ ആരാണ് നിങ്ങളെ പ്രൊമോട്ട് ചെയ്യുക? നിങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പിന്നെ ആരാളുള്ളത്? അതുകൊണ്ട് ടെസ്റ്റ് വരും, അതനുസരിച്ച് നമ്മൾ എക്യുപ്ഡ് ആയിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഏത് രീതിയിൽ പോയാലും ടെസ്റ്റ് വരും. പക്ഷേ ഈ രീതിയിൽ പോയാലൊരു ഗുണമുണ്ട്, നമ്മൾ വെൽ പ്രിപ്പയർഡ് ആയിരിക്കും, നമ്മൾ കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്യും, നമുക്ക് ധീരമായിട്ട് ഒരു ലൈഫ് ഉണ്ടാവും. നമ്മളല്ലാണ്ട് ഒരു ഭീരുവിനെ പോലെ ഓടി ഒളിക്കില്ല, നമ്മളതിനെ എംബ്രേസ് ചെയ്യും. നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ നമ്മൾ അതിനോട് പ്രതികരിക്കും. അപ്പോൾ ആദ്യത്തെ ചുവടെന്ന് പറയുന്നത് അക്സെപ്റ്റ് ഇറ്റ്, അല്ലെ? മനോഹരമായി, ഗ്രേസ്ഫുള്ളി അക്സെപ്റ്റ് ചെയ്യുക. ഇതാണ് ഒരു വെല്ലുവിളിയോട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ലൈഫ് നിങ്ങളെ വെല്ലുവിളിക്കുമ്പോൾ, സത്യം പറഞ്ഞാൽ അല്ലേ, ഈ ജീവിതം വിചാരിച്ചാൽ നമ്മളെ ഒരൊറ്റ അടിക്ക് ഉറക്കാം, ഒറ്റ അടി തന്നാൽ നമ്മൾ ഉറങ്ങിപ്പോകും. പക്ഷെ ജീവിതം അങ്ങനെ നമ്മളെ ഉറക്കാറുണ്ടോ? ഇല്ല. ജീവിതം പക്ഷെ വെല്ലുവിളികൾ നമ്മുടെ മുമ്പിൽ കൊണ്ട് വെക്കും. അതെന്തിനാണെന്നറിയും? ഒരച്ഛൻ ഒരു കൊച്ചു കുട്ടിയുടെ മുമ്പിൽ ഒരു വെല്ലുവിളി, ഒരു തടസ്സം കൊണ്ടുവന്ന് വെക്കുന്നത് പോലെയാണ്. ആ കൊച്ചുകുട്ടി നടക്കുമ്പോൾ അതിന്റെ മുമ്പിൽ ഒരു തടസ്സം കൊണ്ട് വെച്ചു. എന്തിനാ വെച്ചത്? ആ കുട്ടി അതിനെ മറികടന്ന് പോകുമ്പോൾ ഈ അച്ഛൻ എന്തൊരു സന്തോഷമായിരിക്കും, ഈ അച്ഛൻ എന്തൊരു ആനന്ദമായിരിക്കും, അല്ലേ? ഇതേ വിസ്ഡമാണ് യൂണിവേഴ്സിലും ഉള്ളത്. ഒരച്ഛൻ മകനോട് കാണിക്കുന്ന ആ അച്ഛനും മകനും തമ്മിലുള്ള ഇന്റലിജൻസിൽ എന്തൊരു വ്യത്യാസമാണ്, അല്ലേ? ഒരു 2 വയസ്സുള്ള കുട്ടിയും ഒരു 30, 35, 38 വയസ്സുള്ള ഒരു അച്ഛനും തമ്മിൽ ഇന്റലിജൻസിനെ കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. ഇതുപോലെ തന്നെയാണ് മനുഷ്യനും പ്രപഞ്ചവും തമ്മിലുള്ള ഇന്റലിജൻസിലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. പ്രപഞ്ചം നമ്മളെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ പ്രപഞ്ചം നമ്മുടെ മുമ്പിലേക്ക് ഒരു വെല്ലുവിളി കൊണ്ടുവരുമ്പോൾ അതെന്താണ് വാസ്തവത്തിൽ പ്രപഞ്ചം എന്താണ് ആഗ്രഹിക്കുന്നത്? സിമ്പിൾ, നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുക, അന്തസ്സായിട്ട് അക്സെപ്റ്റ് ചെയ്യുക. കിടന്ന് മൂക്ക് പിഴിഞ്ഞ് കരഞ്ഞ് കരയുന്നതിനൊക്കെ ഒരു ടൈമുണ്ട്, ദുഃഖിച്ചിരിക്കുന്നതിന് ഒരു ടൈമുണ്ട്. എല്ലാത്തിനും അപ്പുറം കണ്ണീര് വാർന്ന് കണ്ണീര് തോർന്നതിന് ശേഷം നിങ്ങൾ അതിനോട് കൃത്യമായി റെസ്പോണ്ട് ചെയ്യണം. ഇതാണ് യൂണിവേഴ്സ് കാത്തിരിക്കുന്നത്, ഇതാണ് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത്. അല്ലാതെ നമ്മളെ തകർക്കാനാണോ പ്രപഞ്ചത്തിന് ബുദ്ധിമുട്ട്? നമ്മളെ തകർത്തിട്ട് പ്രപഞ്ചത്തിന് എന്ത് നേടാൻ? അതാണ് ഞാൻ പറയുന്നത്, റിപ്പീറ്റഡ് ആയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രപഞ്ചം നമ്മളോട് റിവെഞ്ച് എടുക്കുന്നില്ല, പ്രതികാരം ചെയ്യുന്നില്ല. പ്രപഞ്ചം നമ്മളെ ഓടിച്ചിട്ട് വേട്ടയാടുന്നില്ല. അങ്ങനെ വേട്ടയാടാനുള്ള ഇരയില്ല നമ്മൾ. ആ മഹാശക്തി നമ്മളെ എന്തിനു വേട്ടയാടണം? ഞാൻ എത്ര നിസ്സാരം, അല്ലെ? അപ്പൊ അതങ്ങനെയല്ല. നമ്മളെ സ്ട്രെങ്തൻ ചെയ്യാൻ ഇതാണ് ഭൂമിയിലെ മെക്കാനിസം.
വേറെ എവിടെയെങ്കിലും വേറെ എന്തെങ്കിലും മെക്കാനിസം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ സംസാരം എന്ന് പറയുന്ന ഈ ഭൂമിയിലെ ജീവിതത്തിൽ, ഈ പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചത്തിലെ ജീവിതത്തിൽ സ്ട്രെങ്തൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്യപ്പെടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഏത് മേഖല എടുത്താലും ഏത് ജീവി എടുത്താലും അതേ ഉള്ളൂ. സ്ട്രെങ്ത് വേണോ? ടെസ്റ്റിനെ ഫേസ് ദ ടെസ്റ്റ്, ഫേസ് ദ ഡെവിൾ, ഫിനിഷ് ദ ബാറ്റിൽ ആസ് ഏർലി ആസ് പോസിബിൾ. എത്രയും നേരത്തെ ആ ഡെവിളിനെ ഫേസ് ചെയ്തേക്കാം നിങ്ങളുടെ ലൈഫിൽ. ഫിനിഷ്, ഫൈറ്റ് അൺ ടു ഡെത്ത് ആണ്. അപ്പോ അക്സെപ്റ്റ് ചെയ്യുക, ഗ്രേസ്ഫുൾ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുക. ഇപ്പൊ മഹാഭാരത യുദ്ധ സമയത്ത് വെല്ലുവിളികൾ മുഴങ്ങുകയാണ്. ആദ്യം വെല്ലുവിളി മുഴങ്ങിയത് എവിടെ നിന്നാണ്? കൗരവപക്ഷത്തു നിന്നാണ്. കൗരവപക്ഷത്തു നിന്ന് എല്ലാവരും ശംഖെടുത്ത് വായിക്കുന്നു, മേളം ഉയർത്തുന്നു, അങ്ങ് യുദ്ധകാഹളം മുഴങ്ങുകയാണ്. ഭീകരമായ ശബ്ദം, അതായത് ഒരു ഷോക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് കൗരവർ ഉദ്ദേശിച്ചത്. കൗരവരുടെ എണ്ണത്തിൽ ഒരുപാട് അധികം ഉണ്ട് കേട്ടോ, പാണ്ഡവര് കുറവാ. കൗരവരുടെ പാതി സംഖ്യയുള്ളൂ ഔട്ട് നമ്പേർഡ് ആണ്. മുഴുവൻ പാണ്ഡവരും ഔട്ട് നമ്പേർഡ് ആണ് കൗരവരുടെ മുമ്പിൽ. ഔട്ട് നമ്പേർഡും ആണ്, ശക്തിയിലും പുറകിലാണ്. നമ്മൾ വിചാരിക്കരുത് അർജുനനുള്ള പാണ്ഡവര് ഭയങ്കര സൂപ്പർ സ്ട്രോങ് ആണ്, ഒന്നുമല്ല. അർജുൻ 2-3 അർജുനന്മാരുണ്ടെങ്കിൽ പോലും ജയിക്കാൻ പറ്റാത്ത രീതിയിൽ സ്ട്രോങ് ആണ് കൗരവര്. അപ്പൊ അവര് പാണ്ഡവരെ ആ ഒറ്റ നിമിഷം കൊണ്ട് ഡീമോറലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവത്ഗീതയിലുണ്ട്. പെട്ടെന്ന് എല്ലാ വാദ്യങ്ങളും ഒരുമിച്ച് ഉയർത്തി, എല്ലാ ഘോഷങ്ങളും ഒരുമിച്ച് ഉയർത്തി. അവിടെ മുഴുവൻ ഭീകരമായ ശബ്ദം. ഈ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് സൈനികർ ഒരേ സമയം ആർപ്പ് വിളിച്ചു. ഭയങ്കര ശബ്ദ കാഹളമായിരുന്നു. പാണ്ഡവര് ഇങ്ങനെ നിൽക്കുക, വിറങ്ങലിച്ച് നിൽക്കുകയാണ്. അവസാനം ആ ശബ്ദഘോഷങ്ങളൊക്കെ മെല്ലെ നിലച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിച്ചത്? ആ വെല്ലുവിളിയെ സ്വീകരിച്ചത് ആരാന്നറിയാവോ? പാണ്ഡവരുടെ സേനാനായകനല്ല, അർജുനനല്ല, പിന്നെയോ കൃഷ്ണൻ. കൃഷ്ണൻ തന്റെ പാഞ്ചജന്യം, തിരിച്ചൊരൊറ്റ ശബ്ദമേ വരുന്നുള്ളൂ, പാഞ്ചജന്യം മാത്രം. അങ്ങോട്ട് പോയത് മുഴുവൻ വാദ്യഘോഷങ്ങളുമായിരുന്നു. പെരുമ്പറ, ശംഖ്, മറ്റു തരത്തിലുള്ള വാദ്യങ്ങൾ. അതെല്ലാം അടങ്ങിക്കഴിഞ്ഞപ്പോ, അവിടെ നിശബ്ദമായപ്പോ തിരികെ എന്താണ് വരുന്നത്? കൃഷ്ണന്റെ പാഞ്ചജന്യം മാത്രം. സിംഹഗർജനം അല്ലെങ്കിൽ ഇടിമുഴക്കം പോലെ ഭഗവാന്റെ പാഞ്ചജന്യം മാത്രം. എന്തായിരുന്നു അതിന്റെ അർത്ഥം? സ്വീകരിച്ചിരിക്കുന്നു, നിങ്ങളുടെ വെല്ലുവിളി ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. ഈ ഒരൊറ്റ മറുപടിയിൽ കൗരവര് നടുങ്ങിപ്പോയി. കാര്യം ആരും പരിഭ്രാന്തരായില്ല, ആരും പാനിക് ആയില്ല. അതാണ് അവർ പ്രതീക്ഷിച്ചത്. ഇതുപോലെ തന്നെ അവരും തിരിച്ച് പാണ്ഡവരും എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചു. പാണ്ഡവർ നിശ്ചലരായിരുന്നു. ഈശ്വരൻ, ഭഗവാൻ അവരുടെ മുമ്പിൽ നിന്ന് പാഞ്ചജന്യം മുഴക്കി. ഇതാണ് നമ്മളും ചെയ്യേണ്ടത്. ജീവിതം നമ്മുടെ മുമ്പിൽ ഇതുപോലെ പെരുമ്പറ മുഴക്കും. അപ്പോ നമുക്ക് വേണ്ടി ആരാണ് പാഞ്ചജന്യം മുഴക്കേണ്ടത്? നമ്മൾ പതറാതെ നിൽക്കുക, നമ്മൾ പാനിക് ആവാതെ നിൽക്കുക. അപ്പോ നമുക്കുള്ളിൽ നിന്ന് ഭഗവാന്റെ പാഞ്ചജന്യം മുഴങ്ങും. ഇതല്ലേ മഹാഭാരതം നമുക്ക് തരുന്ന ഒരു പാഠം? ഇതല്ലേ ഭഗവത്ഗീത നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠം? നമ്മൾ പതറാതെ നിന്നാൽ, നമ്മൾ നമ്മുടെ വെല്ലുവിളികളുടെ മുമ്പിൽ ഉറച്ചു നിന്നാൽ, നമ്മൾ പേടിക്കാതെ പിന്തിരിഞ്ഞോടാതെ നിന്നാൽ നമുക്ക് വേണ്ടി പാഞ്ചജന്യം മുഴക്കാൻ വരില്ലേ? വരേണ്ടതല്ലേ? കൃഷ്ണൻ പിന്നെ എവിടെ പോകും? അദ്ദേഹത്തിന് വേറെ എങ്ങും പോകാൻ സാധിക്കില്ല. അദ്ദേഹം അവിടെ വരും. അവിടെ വന്ന് നമുക്ക് വേണ്ടി പാഞ്ചജന്യം മുഴക്കിയിട്ട് പറയും, ഞാൻ ഇവരോടൊപ്പം ഉണ്ട്, ഈ വെല്ലുവിളി ഞങ്ങൾ സ്വീകരിക്കുന്നു. ഈ ഉണ്ടാക്കിയതും അങ്ങേര് തന്നെയാണ്, അത് വേറെ കാര്യം. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ നാടകവും അങ്ങേരുടെ തന്നെയാണ്. എങ്കിൽ പോലും ഇതിങ്ങനെയൊക്കെ തന്നെയായി പറ്റൂ. ഇനി അവിടെ നമുക്ക് ഒരു കൃഷ്ണൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. നമ്മുടെ ഉള്ളിൽ ഒരു ഡിവിനിറ്റി ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഒരു ഡിവൈൻ ഗ്രേസിന് മുമ്പിൽ നമുക്ക് നീൽ ഡൗൺ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റ് വിത്ത് ഡിഗ്നിറ്റി. ഒരു പ്രതിസന്ധി വന്നാൽ അക്സെപ്റ്റ് ചെയ്യുക. അതിനോട് റെസിസ്റ്റ് ചെയ്യരുത്, ഓടി ഒളിക്കരുത്, ഫൈറ്റ് ചെയ്യരുത്, ഫ്രീസ് ചെയ്യരുത്, ഫ്ലൈറ്റ് ചെയ്യരുത്. പിന്നെയോ അക്സെപ്റ്റ് ചെയ്യുക ഗ്രേസ്ഫുൾ ആയിട്ട്. നമുക്ക് വേറെ ഒരു നിവൃത്തിയില്ല. കുറച്ച് സമയമുള്ളൂ. കത്തിജ്വലിക്കണം. നനഞ്ഞ പടക്കം പോലെ കിടക്കരുത്, കത്തിജ്വലിച്ചോണം. വളരെ കുറച്ച് സമയമുള്ളൂ.
ഡേയ്സ് ആർ നമ്പേർഡ്. നമ്മുടെ ലൈഫ് എന്താണ്? ഡേയ്സ് ആർ നമ്പേർഡ്. അപ്പൊ അക്സെപ്റ്റ് ചെയ്യുക. അക്സെപ്റ്റ് ചെയ്തിട്ടോ സെക്കൻഡ് എന്താണ്? സീ ദ ബിഗർ പിക്ചർ. അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ സോൾവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ ഒരു ബിഗർ പിക്ചർ നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. എൻ്റെ മുമ്പിൽ ഇപ്പോൾ വന്നിരിക്കുന്ന പ്രതിസന്ധിയെ ഞാൻ ഇപ്പോഴുള്ള ഒരു പ്രതിസന്ധി ആയിട്ടല്ല കാണേണ്ടത്, മുഴുവൻ ലൈഫിലും ഉണ്ടായിട്ടുള്ള പ്രതിസന്ധികളിൽ ഒന്നായിട്ട് ഞാനിതിനെ കാണണം. അപ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞാൽ, ഞാൻ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് ആദ്യമായിട്ടാണോ? അല്ല, ഞാൻ ഇതിനു മുമ്പും ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനു മുമ്പും നിലയില്ലാത്ത കയത്തിലേക്ക് ജീവിതം നമ്മളെ തള്ളിവിട്ടിട്ടുണ്ട്. പലപ്പോഴും പല പ്രതിസന്ധികളും നമ്മളുടെ അടുത്ത് വന്നിട്ടുണ്ട്. ഈ പ്രതിസന്ധികളിൽ നമ്മൾ തളർന്നു പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മളെ തകർത്തിട്ടുണ്ടോ? ഇത് ഇല്ല. ഈ പ്രതിസന്ധികളൊന്നും തന്നെ നമ്മളെ തകർത്തിട്ടില്ല. ഈ പ്രതിസന്ധികളുടെ അവസാനത്തെ നീക്കിയിരിപ്പ് എന്തായിരുന്നു? അല്ലെങ്കിൽ ഈ പ്രതിസന്ധികളെല്ലാം അവസാനം അവശേഷിപ്പിച്ചത് എന്താണ്? ലൈഫ് ലെസൺ, ജീവിത പാഠം പ്ലസ് ട്രാൻസ്ഫോർമേഷൻ. അതിന് മുമ്പുണ്ട്, ആ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന ഞാൻ, അതിന് ശേഷമുണ്ടായ ഞാൻ, ഒരു ബിഗ് ട്രാൻസ്ഫോർമേഷൻ. എനിക്ക് പറയാൻ പറ്റും, നമ്മുടെ ലൈഫിലൊക്കെ ഉണ്ടായിട്ടുള്ള ഓരോ പ്രതിസന്ധികളും നമ്മളുടെ കഴിവുകളുടെ പുതിയ ഒരു ഏരിയ കാണിച്ചു തന്നു. നമ്മൾ അതുവരെ ഉറങ്ങിക്കിടന്ന ഒരു സ്ഥലത്ത് നിന്ന് നമ്മളെ കുലുക്കി ഉണർത്തിയതുപോലെ, ഓ, എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായിരുന്നു. ഇതിനു മുമ്പുള്ള പ്രതിസന്ധികളൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ ബിഗർ പിക്ചർ നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. അപ്പൊ എന്താണ് നമുക്ക് മനസ്സിലാവുക? ഇതിനു മുമ്പുണ്ടായ പ്രതിസന്ധികളൊക്കെ എന്നെ കരുത്തനാക്കിയിട്ടുണ്ട്. ഇതിനു മുമ്പുണ്ടായ പ്രതിസന്ധികളൊക്കെ എനിക്ക് പാഠങ്ങൾ പകർന്നു തന്ന് എന്നെ കരുത്തനാക്കി. എനിക്ക് പാഠങ്ങൾ പകർന്നു തന്നു, അനുഭവങ്ങൾ തന്നു, അതിലൂടെ എന്നെ സ്ട്രെങ്തൻ ചെയ്യിച്ചു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ജീവിതത്തിൽ ഒന്നും വെറുതെ റാൻഡം ആയിട്ടാണോ സംഭവിക്കുന്നത്? ഒരിക്കലും അല്ല. എന്താണ് ഞാൻ പറയുന്നത്? ജീവിതത്തിൽ വെറുതെ റാൻഡം ആയിട്ട് ലൈഫ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മളൊരു യുക്തിവാദി ആകരുതെന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. യുക്തിവാദി എന്ന് പറഞ്ഞ ഈ ടോട്ടൽ പിക്ചർ നഷ്ടപ്പെടുന്ന ഒരാള് ഇമ്മീഡിയറ്റ് തൊട്ട് മുമ്പിലുള്ള ഒരു ലൈഫിനെ നോക്കിയിട്ട് ഇവിടെ എവിടെയാണ് ദൈവം എന്ന് ചോദിച്ചാൽ നമുക്കൊന്നും പറയാനില്ല. ഇപ്പൊ ഈ മുറിയിൽ എവിടെയാണ് ദൈവം എന്നൊക്കെ ചോദിച്ചാൽ ഒന്നും പറയാനില്ല, ഇവിടെ ആരും ഇല്ല. അങ്ങനെയല്ല ദൈവത്തെ അന്വേഷിക്കേണ്ടത്. അല്ലെങ്കിൽ അതല്ല ജീവിതം. ജീവിതം എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് റിയാലിറ്റി മാത്രമല്ല, അതൊരു ടോട്ടാലിറ്റിയാണ്, അതൊരു കവിതയാണ്, അതൊരു മനോഹരമായ ഒരു കഥയാണ്, അതൊരു മനോഹരമായ ഒരു ആർട്ടാണ്, ക്രിയേഷനാണ്, ക്രിയേറ്റിവിറ്റിയാണ്. അതിൻ്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പോയി നിന്നിട്ട് ഒരു മനോഹരമായ ആർട്ടിനെ ഏറ്റവും അടുത്ത് പോയി നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. ഒരു മനോഹരമായ പെയിന്റിങ്, അതിമനോഹരമായ ഒരു പെയിന്റിങ്, നല്ല ഇംപ്രഷൻ ആണെന്ന് ഇരിക്കട്ടെ. ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്ട്രോക്ക് ചെയ്യാന്ന്. അപ്പൊ ഇംപ്രഷനിസ്റ്റ് രീതിയിൽ ചെയ്ത ഒരു മനോഹരമായ പെയിന്റിങ്. ഇംപ്രഷനിസ്റ്റ് പെയിന്റിങ്ങിന്റെ ഒരു പ്രത്യേകത, കുറച്ച് മാറി നിന്നാലേ അതിനെ കാണാൻ പറ്റും. അത് എന്താണെന്ന് പറയണമെങ്കിൽ നമ്മൾ കുറച്ച് വിട്ടു നിൽക്കണം. ഈ ഇംപ്രഷനിസ്റ്റ് പെയിന്റിങ്ങിന്റെ തൊട്ടടുത്ത് പോയിട്ട് നോക്കിയാൽ നമുക്കൊരു ബ്രഷ് സ്ട്രോക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഈ സ്ട്രോക്ക് മാത്രം കണ്ടിട്ട് ഇതൊരു പെയിന്റിങ് അല്ല എന്ന് ഞാൻ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? തൊട്ടടുത്ത് പോയി ഇങ്ങനെ നോക്കിയിട്ട് അതിനെ ടോട്ടലി കാണാതെ ഒരു സ്ട്രോക്ക് മാത്രം എടുത്തിട്ട് ഇത് പെയിന്റിങ്ങേ അല്ല, ഇത് ആർട്ടേ അല്ല, ഇതിലൊരു ആർട്ടും ഇല്ല, ഇതൊരു റാൻഡം സ്ട്രോക്ക് ആണെന്ന് ഞാൻ പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതുപോലെയാണ് ഈ ജീവിതത്തിൽ എല്ലാം റാൻഡം ആയിട്ടാണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ വിചാരിച്ച എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ ടോട്ടാലിറ്റി കാണാൻ പഠിക്കൂ. അതിനെ ഒരു ഒരു സയന്റിസ്റ്റ് നോക്കുന്നത് പോലെ പിന്നെ ഡിസോൾവ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്തല്ല നോക്കേണ്ടത്. ഒരു ആർട്ടിസ്റ്റ് കാണുന്നത് പോലെ ടോട്ടലായിട്ട് എടുക്കണം. ഒരു ആർട്ടിസ്റ്റ് എങ്ങനെയാണ് കാണുന്നത്? ടോട്ടൽ. അതുപോലെ ഒരു സയന്റിസ്റ്റ് എങ്ങനെയാണ് കാണുന്നത്? അതിനെ ഡിസെക്ട് ചെയ്ത് കത്രിക കൊണ്ട് കീറി മുറിച്ച്. ഗോഡ്ലിനെസ് ആണ് നിങ്ങൾക്ക് കാണേണ്ടതെങ്കിൽ, ഈശ്വരനെയാണ് കാണേണ്ടതെങ്കിൽ, ബി ലൈക്ക് ആൻ ആർട്ടിസ്റ്റ്, ലെസ് ലൈക്ക് എ സയന്റിസ്റ്റ്. ഈ സയന്റിസ്റ്റുകൾ ഇത് കാണുന്നില്ലെന്നൊന്നും അല്ലേ അർത്ഥമാക്കിയത്. മനോഹരമായി ജീവിതത്തെ കണ്ട സയന്റിസ്റ്റുകളുണ്ട്. ന്യൂട്ടൺ, ഐൻസ്റ്റീൻ, ടെസ്ല.
അങ്ങനെ മഹാരഥന്മാർ, ശരിക്കുള്ള സയന്റിസ്റ്റുകളൊക്കെ അത് കണ്ടിട്ടുണ്ട്, അത് വിട്. പക്ഷെ ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ, അത് നോക്കുന്നതിനൊരു രീതിയുണ്ട്, ഒരു പെയിന്റിങ് കാണുന്നതിനൊരു രീതിയുണ്ട് എന്ന് പറയുന്നത് പോലെ ഈ ക്രിയേഷൻ, ഈ ലൈഫ് കാണുന്നതിനൊരു രീതിയുണ്ട്. ആ രീതിയിൽ ഇതിനെ കണ്ടാൽ ഇവിടെ ഈശ്വരനുണ്ട്, അല്ലെങ്കിൽ ഈശ്വരീയത, ഗോഡ്ലിനെസ് ഉണ്ട്, ക്രിയേറ്റിവിറ്റി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഇവിടെ ഒന്നും റാൻഡം അല്ല എന്ന് ഉറപ്പിച്ചോളൂ. നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിയും തന്ന്, നിങ്ങൾക്ക് ഈ സഫർ ചെയ്യാനുള്ള മനസ്സും തന്ന്, വേദനിക്കാനുള്ള ഒരു ശരീരവും വേദനിക്കാനുള്ള ഒരു മനസ്സും തന്ന്, സ്നേഹിക്കാനുള്ള ഇമോഷൻസ് തന്ന്, ദുഃഖിക്കാനുള്ള ഇമോഷൻസും തന്ന്, മനോഹരമായ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സൃഷ്ടി ഉണ്ടാക്കിയിട്ട് ഈ പ്രപഞ്ചത്തിൽ കൊണ്ടുപോയി റാൻഡമായിട്ട്, അനാഥമായിട്ട് വിട്ടിട്ട് പോവുക. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇങ്ങനെ വിടേണ്ട വല്ല കാര്യമുണ്ടോ? ഇവിടെ കല്ലില്ലേ, ഇവിടെ മണ്ണില്ലേ, മണൽത്തരിയില്ലേ, ഇതുപോലെ അങ്ങ് ഉണ്ടായ പോരായിരുന്നു നമ്മൾ? അതൊന്നുമല്ല, അതിൽ നിന്നൊക്കെ ഇവോൾവ് ചെയ്ത് നമുക്ക് നല്ലൊരു, ഈ ലോകത്തെ ഏറ്റവും എവോൾവ്ഡ് ആയിട്ടുള്ള ഒന്ന് നമ്മുടെ ബ്രെയിൻ ആണ്, അല്ലെങ്കിൽ മനുഷ്യൻ ആണ് ഇതിനെ ടോട്ടലായിട്ട് റിസീവ് ചെയ്യുന്നത്. ഇത്രയും ഇവോൾവ് ചെയ്ത ഒരു കോൺഷ്യസ്നെസ് ഇവിടെ ഉണ്ടാക്കിയിട്ടിട്ട് ദൈവം അങ്ങോട്ട് പോയി. ഇനി നീയായി നിന്റെ പാടായി. ഇനി ഇവിടെ എല്ലാം അങ്ങ് റാൻഡം ആയിട്ട് സംഭവിക്കാം. ഒരിക്കലും അങ്ങനെ ധരിക്കരുത്. അപ്പോ നമ്മൾ സീ ദ ബിഗർ പിക്ചർ. ജീവിതത്തിൽ ഒന്നും തന്നെ റാൻഡം ആയിട്ടല്ല. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുന്നത് യാദൃശ്ചികമല്ല, അത് മോശവുമല്ല, അതൊരു മോശം കാര്യമല്ല. ജീവിതത്തിൽ പ്രതിസന്ധികളും തിരിച്ചടികളും വേദനകളും ഉണ്ടാകുന്നത്, അത് എന്താണ് അർത്ഥമാക്കുന്നത്? നിങ്ങൾ അഡൾട്ട് ആയി കഴിഞ്ഞു, ഇനി നിങ്ങൾ ലേൺ ദ ലെസൺ ആൻഡ് മൂവ് ഓൺ. പഠിക്കുക, മുമ്പോട്ട് പോവുക. ഇതിനു വേണ്ടിയിട്ടുള്ള സ്ഥലമാണിത്. അപ്പം സീ ദ ബിഗർ പിക്ചർ, ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പ് എന്താണ്? സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വൈ മീ എന്ന് ചോദിക്കരുത്, ലേണിംഗ് മോഡിലേക്ക് വരണം. ലേണിംഗ് മോഡിൽ നമ്മൾ എന്ത് ചെയ്യില്ല? റിപ്പന്റ് ചെയ്യില്ല, റിഗ്രറ്റ് ചെയ്യില്ല, മൂക്ക് പിഴിഞ്ഞിരിക്കില്ല, വൈ മീ എന്ന് ചോദിച്ചിരിക്കില്ല. പിന്നെയോ വൈ നോട്ട് മീ എന്നുള്ളത് ഒരു ഭാവത്തിലായിരിക്കും നമ്മൾ ഒരു ലേണിംഗ് മോഡിൽ ഇരിക്കുമ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ് ടു മീ, ഇതാണ് നമ്മളുടെ അന്വേഷണം. വൈ മീ എന്നൊരു ചോദ്യത്തിൽ ഇരുന്ന് നമ്മൾ പഠിക്കാനേ പോണില്ല. എന്നാലും എന്നോട് ഇത് വേണ്ടായിരുന്നു, എനിക്ക് എന്തുകൊണ്ട് ഇത് വന്നു, ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ ഇതിൽ നിന്നൊന്നും പഠിക്കില്ല. നമ്മൾ ലേണിംഗ് മോഡിലേക്ക് വരണം. ആദ്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്തു, രണ്ട് നമ്മൾ ഒരു ബിഗർ പിക്ചറിലേക്ക് നമ്മളെ തന്നെ പ്ലേസ് ചെയ്തു. ഇനി നമ്മൾ ലേണിംഗ് മോഡിലേക്ക് വരിക. എന്താണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ സംഭവം നമ്മളോട് എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതിന് നമ്മൾ ലേണിംഗ് മോഡിലേക്ക് വരിക. ലേണിംഗ് മോഡിലേക്ക് വന്നിട്ടോ, ലേണിംഗ് മോഡിൽ വന്നാൽ വൈ മീ എന്നല്ല നമ്മൾ ആലോചിക്കുക, വാട്ട് ഈസ് ഹാപ്പനിങ് ടു മീ, എനിക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെ മാറ്റമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഇതിനോട് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത്. അതും പ്രധാന. എനിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നും വിചാരിച്ചിരിക്കരുത്, അതും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. വൈ മീ എന്ന് ചോദിച്ച് കരയുകയും ചെയ്യരുത്, എനിക്ക് ഒന്നും സംഭവിച്ചില്ല എന്ന രീതിയിൽ ജീവിക്കുകയും ചെയ്യരുത്. സംഭവിച്ചിട്ടുണ്ട്, നമുക്ക് പ്രതിസന്ധികൾ വന്നിട്ടുണ്ട്. ആൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ് ടു മീ, എന്താണ് എന്നിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയോ, ഇതെന്താണ് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതെന്ത് മെസ്സേജാണ് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്? ഷാർപ്പായിട്ട് ഒരു തുറന്ന മനസ്സോടുകൂടി അതിനെ ഒരു ശാസ്ത്രജ്ഞനെ പോലെ, അവിടെയാണ് നമ്മൾ സയന്റിസ്റ്റ് ആവേണ്ടത്. പ്രതിസന്ധികളുടെ മുമ്പിലാണ് നമ്മൾ സയന്റിസ്റ്റിനെ പോലെ അതിനെ പഠിക്കാൻ ശ്രമിക്കേണ്ടത്. ഞാൻ എപ്പോഴും പറയും, ഈശ്വരൻ ഇല്ല എന്ന് പറയാൻ യുക്തിയുടെ ആവശ്യമേ ഇല്ല. യുക്തിയുടെ ഉപയോഗം അതുമല്ല. അവിടെ കൊണ്ടുപോയി നിങ്ങൾ യുക്തിയെ പാഴാക്കരുത്. പ്രതിസന്ധികൾ വരുമ്പോൾ പിടിച്ചു നിൽക്കാനുള്ളതാണ് യുക്തി. വികാരങ്ങൾ നമ്മളെ ഓവർ പവർ ചെയ്യുമ്പോൾ മൂക്കുകയറിടാനുള്ളതാണ് യുക്തി. യുക്തിക്ക് വേറെ ഒരു ഉദ്ദേശമില്ല. യുക്തിക്ക് ഈശ്വരനെ നിഷേധിക്കുക, നിങ്ങളെ വിഷാദത്തിലേക്ക് കൊണ്ടുപോകാന്നൊരു ഉദ്ദേശമില്ല. അത് അതിന്റെ റോങ് ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ നമ്മൾ നമ്മുടെ യുക്തി ഉപയോഗിക്കേണ്ടത് പ്രശ്നങ്ങൾ വരുമ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതിനോട് ഞാൻ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്, ഇതെനിക്ക് നൽകുന്ന പാഠങ്ങൾ. ലേണിംഗ് മോഡിലേക്ക് വരും. ഇതാണ് സ്പിരിച്വൽ പെർസ്പെക്റ്റീവ്. ഫോർത്ത് സ്റ്റെപ്പ്, നമ്മൾ ഇങ്ങനെയൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കെ നമുക്കൊരു ഉത്തരവും കിട്ടുന്നില്ല. എന്താണ് എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്ക് വലിയ മാറ്റം ഉണ്ടായി, ജീവിതത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടായി. എന്താണ് ഇതെന്നെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഒരു ഉത്തരം കിട്ടുന്നില്ല. എന്ത് ചെയ്യും?
നമ്മൾ ആ ലേണിംഗ് മോഡ് അവസാനിപ്പിക്കും? ഒരിക്കലും ഇല്ല. ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ നമ്മുടെ ലേണിംഗ് മോഡിൽ നിന്ന് മാറിപ്പോകരുത്. അതാണ് ദ റിയൽ മോഡ് എന്ന് പറയുന്നത്. ഒരേ ഒരു മോഡ് അതേ ഉള്ളൂ, പഠിച്ചുകൊണ്ടിരിക്കുക, ലാസ്റ്റ് മൊമെന്റിൽ വരെ ശ്രദ്ധിച്ചിരിക്കുക. ജീസസ് ക്രൈസ്റ്റിന് ലാസ്റ്റ് മൊമെന്റിലും എൻലൈറ്റൻമെന്റ് ഉണ്ടാകുന്നുണ്ട്. ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ മഹാഗുരുവാണ്. ഒരു മതത്തിന്റെ തന്നെ ആശ്രയമാണ് അദ്ദേഹം. ഒരേ ഒരു ആശ്രയം, മഹാഗുരുവാ. പക്ഷെ ഈ മഹാഗുരു പോലും ലാസ്റ്റ് മൊമെന്റിലും അദ്ദേഹം എന്തായിരുന്നു? സ്റ്റുഡന്റ് ആയിരുന്നു, ഈശ്വരന്റെ ശിഷ്യനായിരുന്നു അദ്ദേഹം. ഈ എക്സിസ്റ്റൻസിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം. കുരിശിൽ കിടക്കുമ്പോൾ യേശുദേവന്റെ പ്രാർത്ഥനകളിൽ ഒന്നെന്താണെന്നറിയാമോ? എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്തിനെന്നെ കൈവിട്ടു? ഇത് അദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥനയായിരുന്നു, ഒരു വിലാപമായിരുന്നു. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്തിനെന്നെ കൈവിട്ടു? കാര്യം അദ്ദേഹം നിസ്സഹായനായി കുരിശിൽ കിടക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും സ്നേഹധനനായിട്ടുള്ള, നിഷ്കളങ്കനും നിരാമയനുമായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെയാണ് കുരിശിൽ തറച്ചിരിക്കുന്നത്. ചോര വാർന്നൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. മുൾക്കിരീടം ധരിപ്പിച്ചിട്ടുണ്ട്, നഗ്നനാണ്, അപമാനിക്കപ്പെട്ടു, ദേഹം മുഴുവൻ ക്രൂശിതനാണ് അദ്ദേഹം. ഒരു നിമിഷം അദ്ദേഹം പതറിപ്പോയി. ആ പതറിയ നിമിഷത്തിൽ അദ്ദേഹം വിലപിച്ചു, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ എന്തിന് കൈവിട്ടു? എന്തിനെന്നെ കൈവിട്ടു? ഒരു നിമിഷാർത്ഥത്തിൽ അദ്ദേഹം അത് തിരുത്തി. അവിടെയാണ് ഈ ചോദ്യം എല്ലാവർക്കും ചോദിക്കാം, നീ എന്നെ എന്തിന് കൈവിട്ടു? ഇത് നമ്മളെല്ലാം ചോദിക്കാറുണ്ട് ജീവിതത്തിലെ പ്രതിസന്ധികൾ വരുമ്പോൾ. അത് യേശുവിലെ മനുഷ്യഭാവം, യേശുവിലെ ഗുരുഭാവം നമ്മൾ എപ്പോഴാണ് കാണുന്നത്? തൊട്ടടുത്ത നിമിഷം അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ ഹിതമല്ല, നിന്റെ ഹിതം നിറവേറട്ടെ, അങ്ങയുടെ അഭീഷ്ടം നിറവേറട്ടെ. എന്താണ് പറഞ്ഞത്? ഈ എക്സിസ്റ്റൻസിന്റെ, ഈ മഹത്തായ പ്രപഞ്ചത്തിന്റെ, ഈ മഹത്തായ അസ്തിത്വത്തിന്റെ അഭിലാഷം നിറവേറട്ടെ, അഭീഷ്ടം നിറവേറട്ടെ. തുച്ഛമായ എന്റെ ആഗ്രഹങ്ങളല്ല, എന്റെ വേദനകൾക്ക് ഇവിടെ പ്രാധാന്യമൊന്നുമില്ല. ഈ അസ്തിത്വം ഞാൻ കുരിശിലേറണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ അതാണ് നടക്കേണ്ടത്, ആ ആഗ്രഹമാണ് നടക്കേണ്ടത് എന്ന പ്രപഞ്ച ബോധത്തിലേക്ക് ഉണരുകയാണ് യേശുദേവൻ. അപ്പോ നമ്മൾ ഈ ലേണിംഗ് മോഡ് മാറ്റാതിരിക്കുക. ഒരാളും അത് മാറ്റിയിട്ടില്ല. നമുക്ക് മാതൃകയാക്കാവുന്ന ഒരു ഗുരുക്കന്മാരും അത് മാറ്റിയിട്ടില്ല. അവസാന നിമിഷം വരെ അവരെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നമ്മൾ ഒരിക്കലും ലേണിംഗ് മോഡിൽ നിന്ന് മാറരുത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഉത്തരം കിട്ടിയില്ലെങ്കിൽ പോലും, ഇനി ഒരു പാഠം എനിക്ക് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും, അവിടെ നമ്മൾ എന്തുപയോഗിക്കണം? ട്രസ്റ്റ് ദ പ്രോസസ്. ആ പ്രോസസ്സിനെ സമർപ്പിച്ച് വിശ്വസിച്ചേക്കുക, കണ്ണടച്ച് വിശ്വസിച്ചേക്കുക. ഒരു കുഞ്ഞ് അതിന്റെ അമ്മയെ വിശ്വസിക്കുന്നത് പോലെ ട്രസ്റ്റ് ദിസ് ലൈഫ്. ഇല്ലെങ്കിൽ ജനിക്കരുതായിരുന്നു. ജനിച്ചില്ലേ? ജനിച്ചപ്പോ എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ ഇറങ്ങി വന്നത് ഇങ്ങോട്ട്? ആരുണ്ടാവും എന്ന് വിചാരിച്ചാ ഇങ്ങോട്ട് ഇറങ്ങി വന്നത്? നിങ്ങളെ ആര് പോറ്റും എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ഈ വിശക്കുന്ന വയറും ഒക്കെ ആയിട്ട് ഇറങ്ങി വന്നത്? അപ്പോൾ ട്രസ്റ്റിലാണ് നിങ്ങൾ. ഒരു ട്രസ്റ്റ് ഉണ്ടായിരുന്നു, ഇവിടെ വന്ന ആരെങ്കിലുമൊക്കെ എന്നെ നോക്കിക്കോളും, ആരെങ്കിലുമൊക്കെ എനിക്ക് പാല് തന്നോളും, ആരെങ്കിലുമൊക്കെ എന്നെ വളർത്തിക്കോളും, ഏതെങ്കിലുമൊക്കെ സ്നേഹം എനിക്ക് തണലായിക്കോളും, എവിടുന്നെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ മനുഷ്യർ വന്ന് എന്നെ വളർത്തിക്കോളും, അവരുടെ തണലിൽ ഞാൻ വളരും, അവരുടെ അധ്വാനത്തിൽ ഞാൻ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകും, എനിക്ക് കഴിക്കാനും എനിക്ക് ഉണ്ണാനും ഉടുക്കാനും ഉറങ്ങാനും എല്ലാം വന്നോളും എന്ന ട്രസ്റ്റിലല്ലേ നമ്മൾ ജീവിച്ചേ? ആ ട്രസ്റ്റ് എത്ര തവണ പ്രപഞ്ചം ആ കരാറ് തെറ്റിക്കാതെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു? പ്രപഞ്ചം ആ വിശ്വാസത്തെ ചോദ്യം ചെയ്തിട്ടില്ലല്ലോ, ആ വിശ്വാസത്തെ തകർത്തിട്ടില്ലല്ലോ. അപ്പോ ഇനിയും അങ്ങനെ തന്നെ ചെയ്യുക. നമ്മുടെ മുമ്പിൽ വേറെ വഴിയൊന്നുമില്ല. ട്രസ്റ്റ്. ഇന്നലത്തെ നമ്മുടെ ട്രസ്റ്റ് ശരിയായിരുന്നല്ലോ, ഇന്നത്തെ ട്രസ്റ്റും ശരിയായിരിക്കും, ഇനിയുള്ള ട്രസ്റ്റും ശരിയായിരിക്കും. അല്ലാതെ നമ്മുടെ മുമ്പിൽ വഴിയില്ല. സ്കെപ്റ്റിക്കലായി ആരോട് സ്കെപ്റ്റിക്കലായ? ഈ മഹത്തായ പ്രപഞ്ചത്തോട് ഞാൻ സ്കെപ്റ്റിക്കലായാൽ എന്ത്, അല്ലെങ്കിൽ എന്ത്? ഈ മഹത്തായ ഫ്ലോയിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്വാമി വിവേകാനന്ദൻ, ഇവിടെ ചുറ്റും പ്ലേഗ് വന്ന് മനുഷ്യർ മരിക്കുകയാണ്. അതിനു മുമ്പ് വരെ ക്ഷാമം ഉണ്ടായപ്പോഴേ അദ്ദേഹം അമേരിക്കയിൽ പോയി ഉണ്ടാക്കിയ കാശ് മുഴുവൻ ഇവിടെ ചെലവാക്കിയ മനുഷ്യനാണ്. അമേരിക്കയിൽ പോയി ആശ്രമം പണിയാൻ വേണ്ടി കൊണ്ടുവന്ന കാശ് ഇവിടെ വന്നപ്പോൾ ബംഗാളിൽ ക്ഷാമം,
അപ്പൊ ക്ഷാമത്തിൽ മരിച്ചു വീഴുന്ന മനുഷ്യരെ കണ്ട് നെഞ്ച് പൊട്ടി ഇദ്ദേഹം ആ ആശ്രമം വിറ്റ് ആ പൈസ കൊണ്ട് ക്ഷാമത്തെ നേരിട്ടു വിവേകാനന്ദ സ്വാമി. അങ്ങനെ ഫൈറ്റ് ചെയ്ത ഒരു മനുഷ്യൻ പ്ലേഗ് വന്നപ്പോൾ അവിടെ പോയി ഇരിക്കുകയാണ്, നിർനിമേഷനായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ചോദിക്കുന്നുണ്ട്, അല്ല നമ്മളിങ്ങനെ ഇരുന്നാ മതിയോ, നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ? കാര്യം അദ്ദേഹം ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്തു, ഒന്നും സംഭവിക്കുന്നില്ല, തടുത്തു നിർത്താൻ പറ്റുന്നില്ല. പ്ലേഗ് മഹാമാരിയാണ്, ലക്ഷക്കണക്കിന് പേര് മരിക്കും അന്നത്തെ കാലത്ത്. വിവേകാനന്ദൻ തിരിച്ചു പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ എന്ത് ചെയ്യാനാ, കാളി, ഇത് കാളിയുടെ നൃത്തമാണ്, അവളുടെ ചുടല നൃത്തമാണിത്, മരണത്തിന്റെ താണ്ഡവമാണിത്. ഞാനെന്ന് വിചാരിച്ചാൽ പിടിച്ചാൽ കിട്ടില്ലത്, നിർത്താൻ പറ്റില്ല എനിക്ക്. അതുകൊണ്ട് ഞാൻ ഇതിനെ വിശ്വസിക്കുന്നു, ട്രസ്റ്റ് ചെയ്യുന്നു, ഇത് നല്ലതിനാണെന്ന് ട്രസ്റ്റ് ചെയ്ത് ഞാനിവിടെ, ഇനി എന്നെ എടുക്കണമെങ്കിൽ എന്നെ എടുത്തോട്ടെ. ഇങ്ങനെ നമ്മൾ വൾണറബിൾ ആവുക. വൾണറബിൾ ആവുകയാണെങ്കിൽ വ്യക്തികളുടെ മുമ്പിലല്ല ആവേണ്ടത്, ഈ അസ്തിത്വത്തിന്റെ മുമ്പിലാകുക, ഈ ലൈഫിന്റെ മുമ്പിൽ നമ്മൾ വൾണറബിൾ ആകും. അല്ലാതെ ഒരു മനുഷ്യന്റെ മുമ്പിൽ കൊണ്ട് കാണിക്കാനുള്ളതല്ല നമ്മളുടെ, അവിടെ കൊണ്ടുപോയി അവിടെ മാത്രം സമർപ്പിക്കാനുള്ളതല്ലല്ലോ. നിങ്ങൾക്ക് ഈ എക്സിസ്റ്റൻസ്, ഈ ലൈഫുമായിട്ട് നമുക്കൊരു ഒരു കരാറുണ്ട്, ഉടമ്പടിയുണ്ട്. ഇപ്പൊ ട്രസ്റ്റ് ചെയ്യുക, ട്രസ്റ്റ് ദിസ് പ്രോസസ്. ഓക്കെ, ഈ ട്രസ്റ്റ് നമ്മളിൽ ഒരു സമാധാനം കൊണ്ടുവരും. വിശ്വസിക്കുക, സമർപ്പിച്ച് വിശ്വസിക്കുക, അതാണ്. ഒന്നിലും നിങ്ങൾ പകുതിയെ കാണിക്കരുത്, എല്ലാത്തിലും നിങ്ങൾ പൂർണ്ണമായിരിക്കുക. ഇനി തെറ്റാണ് ചെയ്യുന്നതെങ്കിൽ തെറ്റ് 100% ചെയ്തേക്കുക. ഞാൻ ഉദ്ദേശിച്ച ഇത്രേ ഉള്ളൂ, ചെയ്യുമ്പം മാക്സിമം ചെയ്തേക്കുക, ഇല്ലെങ്കിൽ ചെയ്യാൻ പോകരുത്. അത് പറ്റുമോ? അത് നല്ലൊരു അപ്രോച്ചാണ്. ഇറങ്ങി കളിക്കുമ്പോൾ പിന്നെ കളിച്ചോളൂ, ഇല്ലെങ്കിൽ കളിക്കാൻ പോകാതെ വെയിറ്റ് ചെയ്യുക. ട്രസ്റ്റ് ചെയ്യുമ്പോൾ ട്രസ്റ്റ് ചെയ്തേക്കുക. ഇനിയില്ല. അഞ്ചാമത്തെ വഴി എന്താണ്? മൂവ് ഫോർവേഡ്, മുമ്പോട്ട് പോവുക. എങ്ങനെ പോകണം? പേടിയില്ലാതെ നിർഭയനായിട്ട് മുമ്പോട്ട് പോകുക. പേടിക്കരുത്. ജീവിതം ഒരടി അടിച്ചു, പേടിച്ചു പോകരുത്. അല്ലാണ്ട് നമ്മളെ പേടിപ്പിച്ച് കൊല്ലാനൊന്നും ജീവിതത്തിന് ഉദ്ദേശമില്ല. ജീവിതത്തിന്റെ മുമ്പിൽ നമ്മൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു, ഒരു തമാശ വീഡിയോ ആണ്. അതായത് മൃഗങ്ങളുടെ ലൈഫിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് മനുഷ്യർ അതിന് ശബ്ദം കൊടുക്കും. അപ്പൊ ഒരു പുലി വരുന്നു, ഒരു പട്ടിയെ പിടിക്കാൻ വേണ്ടി ഒരു പുലി വരുന്നു. ഇത് കണ്ട് പട്ടി ഭയങ്കര ഒച്ചയിൽ നിലവിളിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെടുന്നു. അപ്പൊ ഈ പട്ടിയുടെ നിലവിളി കേട്ട് പുലി നിന്നുപോയി കുറച്ചു നേരം, എന്നിട്ട് പുലി തിരിച്ചുപോയി, ആ പട്ടി രക്ഷപ്പെട്ടു. അപ്പൊ ആ പുലി മനസ്സിൽ പറയുന്നുണ്ട്, എന്ത് ഊളക്കരച്ചിലാടോ ഈ കരയണേ, നാണം കെട്ടുപോയി ഞാൻ, എന്റെ മൂഡ് പോയി, ഞാൻ പോവുക. ഇങ്ങനെ പറഞ്ഞിട്ടാണ് ആ പുലി തിരിച്ചു പോണത്. എന്ത് ഊളക്കരച്ചിലാടോ ഈ കരയണേ. ഇങ്ങനെ പേടിക്കരുത്. ഇതുപോലെ പ്രപഞ്ചം നമ്മളെ പേടിപ്പിക്കുമ്പോ, അല്ലെങ്കിൽ പ്രപഞ്ചം ഒരു ടെസ്റ്റ് കൊണ്ടുവരുമ്പോ നമ്മൾ ഇങ്ങനെ ഊളക്കരച്ചിൽ കരഞ്ഞ് ഓടരുത്. ട്രസ്റ്റ് ചെയ്യുക, കോൺഫിഡന്റ് ആയിട്ട് ഭയമില്ലാണ്ട് മുമ്പോട്ട് പോവുക. ജനിക്കാൻ ഭയമില്ലായിരുന്നല്ലോ നമുക്ക്, അപ്പൊ പിന്നെ ഇനി അങ്ങോട്ട് പോകാനും ഭയമൊന്നും വേണ്ട. ഭയമില്ലാതെ കോൺഫിഡന്റ് ആയിട്ട് മുമ്പോട്ട് പോവുക പ്രതിസന്ധികളുടെ മുമ്പിൽ. ഈ 5 സ്റ്റെപ്പുകളാണ് സത്യത്തിൽ നമുക്ക് ചെയ്യാനുള്ളത്. ഇതാണ് സ്പിരിച്വൽ വിസ്ഡം. സ്പിരിച്വൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ, ഒന്ന് അക്സെപ്റ്റ് ചെയ്യുക, റെസിസ്റ്റ് ചെയ്യരുത്, അതുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോകരുത്. 2, സീ ദ ബിഗർ പിക്ചർ. അതിനെ നിങ്ങളുടെ ലൈഫിനെ നിങ്ങളൊരു വലിയ ഫ്രെയിമിലേക്ക് കൊണ്ടുവരണേ. അല്ലാണ്ട് ഞാനും എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ അടങ്ങുന്ന ഒരു കുഞ്ഞു സർക്കിളിലേക്ക് പോയി ഒതുങ്ങിക്കൂടരുത്. അതിന് ഷെല്ല് ബ്രേക്ക് ചെയ്തിട്ട് വന്നിട്ട് നമ്മളുടെ ലൈഫിനെ നമ്മൾ ഫേസ് ടു ഫേസ് കാണുക. പിന്നെ 3ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, ലേണിംഗ് മോഡിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകരുത്. ലേണിംഗ് മോഡിലായിരിക്കണം നമ്മൾ സർവദാ ആ ലേണിംഗ് പ്രോസസ്സിൽ നിന്ന് മാറിപ്പോകരുത്. ഇനി ലേണിംഗ് പഠിക്കാൻ ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും നമ്മൾ എന്തായിരിക്കണം? ട്രസ്റ്റ് ചെയ്യണം ആ പ്രോസസ്സിനെ. ഈ പ്രോസസ്സ് എനിക്ക് നല്ലതിനാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കണം. 5 എന്താണ്? മൂവ് ഫോർവേഡ് വിത്ത് ഫുൾ കോൺഫിഡൻസ്. ഒരു ഭയവുമില്ലാതെ ആത്മവിശ്വാസത്തോടു കൂടി മുമ്പോട്ട് പോവുക. ഒരു കൊട്ടേഷനും കൂടെ വായിച്ച് നമുക്കിത് കൺക്ലൂഡ് ചെയ്യാം. ഒരാളുടെ പ്രാർത്ഥനയാണ്. അയാളുടെ ഡയറിയിൽ എഴുതിയിട്ടിരുന്ന ഒരു സാധകൻ അയാളുടെ ഡയറിയിൽ എഴുതിയിട്ടിരുന്ന ആ വാക്കുകൾ ഇങ്ങനെയാണ്: I asked God to grant me wisdom
and he gave me problems so that I may become wise. I asked God to give me strength, and he gave me difficulties to make me strong. I asked God to give me more courage, and he gave me dangers to overcome. ആലോചിച്ച് നോക്ക്, ഞാൻ ധൈര്യം ചോദിക്കുമ്പോൾ എനിക്ക് ധൈര്യം എടുത്ത് തരുമല്ല, റേഷൻ കടയിൽ നിന്ന് മണ്ണെണ്ണ തരുന്ന പോലെ അല്ല. പിന്നെയോ, നിങ്ങൾ ധൈര്യം ചോദിച്ചാൽ നിങ്ങളിൽ ധൈര്യം ഉണ്ടാകുന്ന ഭൗതിക സാഹചര്യം ഉണ്ടാക്കി തരും. അല്ലാണ്ട് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാകട്ടെ എന്നങ്ങോട്ട് പറയല്ല, മന്ത്രം ജപിച്ച് ഉണ്ടാക്കുന്നതല്ല ധൈര്യമൊക്കെ. ഭൗതിക സാഹചര്യം തരും. ആ സാഹചര്യത്തെ നേരിട്ടാൽ ധൈര്യം ഉണ്ടാവും. ശക്തി ഉണ്ടാവണമെന്ന് വെച്ചാൽ പ്രോബ്ലംസ് തരും. നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങള് അതിന് മറുപടി നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലാവില്ല. നമ്മൾ ബുദ്ധി വിസ്ഡം തരണേ എന്ന് പറഞ്ഞാലോ അവിടെയും നമുക്ക് പ്രോബ്ലംസ് ഇട്ട് തരും, പ്രതിസന്ധികൾ ഇട്ട് തരും, നമുക്ക് അപകടങ്ങൾ കൊണ്ടുവരും. അപകടങ്ങളെ തരണം ചെയ്യുമ്പോൾ നമുക്ക് ധൈര്യം ഉണ്ടാകും. ഇപ്പൊ ലക്ഷ്മിക്ക് ഏറ്റവും കൂടുതൽ കരുത്ത് കിട്ടിയത്, ധൈര്യം കാണിച്ചത് എപ്പോഴാണ്? ആ ബസ് ടോപ്പിൾ ചെയ്തപ്പോഴാണ്. ബസ് 2 പ്രാവശ്യം കുട്ടിക്കരണം മറിഞ്ഞ് കിടന്ന് അതിനകത്ത് കുടുങ്ങി കിടക്കുമ്പോഴാണ് ലക്ഷ്മിക്ക് ഏറ്റവും കൂടുതൽ ധൈര്യം പുറത്തു വന്നത്. അപ്പം കോൺഷ്യസ് ആയിരിക്കാൻ വേണ്ടി ഭഗവത്ഗീത ചൊല്ലുമായിരുന്നു. ആ ഓർമ്മ പോകാതിരിക്കാൻ വേണ്ടി, കോൺഷ്യസ് ആയിരിക്കാൻ വേണ്ടി ഭഗവത്ഗീത ചൊല്ലിക്കൊണ്ടിരുന്നു. എന്നാലോചിച്ച് നോക്ക്, നമുക്ക് ആർക്കെങ്കിലും സാധിക്കുമോ? അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഭഗവത്ഗീത ഓർക്കാൻ നമുക്ക് സാധിക്കുമോ? അതാണ് നമ്മളില് ആ ധൈര്യം കൊണ്ടുവരികയാണ്. ഒരു ധൈര്യം നമുക്ക് തരുവാണ് പ്രതിസന്ധി. ഇനി അടുത്തതോ, ഐ ആസ്ക് ഗോഡ് ടു ഗിവ് മീ പ്രോസ്പെരിറ്റി ആൻഡ് ഹി പുട്സ് മീ അമിഡ്സ്റ്റ് സ്വെറ്റ് ആൻഡ് ടോയിൽ. നമുക്ക് ജീവിതത്തിൽ സമൃദ്ധി, സമ്പൽ സമൃദ്ധി വേണമെന്ന് പ്രാർത്ഥിച്ചു. നമ്മളെ എവിടെ കൊണ്ടിട്ടു? കഷ്ടപ്പാടിന് നടുക്കൊണ്ടിട്ടു. വിയർത്ത് നീ നിന്റെ സമ്പത്ത് നേട്. അല്ലാണ്ട് നമുക്ക് മുമ്പ് ഒരു സ്വർണ്ണക്കിഴി കൊണ്ട് വെക്കുകയല്ല ചെയ്യുന്നത്. നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചേക്കുക. ഓരോ ഉപാസനകൾ ചെയ്താൽ പണം വരും. ഈ അടുത്ത സമയത്ത് എന്തായിരുന്നു? സൗന്ദര്യ ലഹരിയെ സൗന്ദര്യ ലഹരി എന്ന് പറയുന്ന ഒരു ഫിലോസഫിക്കൽ ടെക്സ്റ്റ് ഉണ്ട് ശങ്കരാചാര്യ സ്വാമികളുടെ. അത് പാരായണം ചെയ്താൽ സമ്പത്ത് വരും. സമ്പത്ത് വരണമെന്നും പ്രാർത്ഥിച്ചുകൊണ്ട് അത് പാരായണം ചെയ്ത് നോക്ക്, ജീവിതം കഷ്ടപ്പെടുത്തി സമ്പന്നനാക്കും. ഐ ആസ്ക് ഗോഡ് ഫോർ പേഷ്യൻസ്, ഹി ഗേവ് മീ പ്രൊവോക്കേഷൻസ് ടു ഓവർകം. എനിക്ക് ക്ഷമ തരണേ എന്ന് പ്രാർത്ഥിച്ചപ്പോ എനിക്ക് കൂടുതൽ ക്ഷമ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുക ചെയ്തു. എന്തിനാ? നമുക്ക് ക്ഷമ പഠിക്കാൻ വേണ്ടി. അല്ലാതെ ഇപ്പം പ്രപഞ്ചത്തിന് വേറെ നിവൃത്തിയൊന്നുമില്ല. ഇങ്ങനെ നമ്മൾ പഠിക്കുള്ളൂ. എന്ത് കഴിവും ഇങ്ങനെ ഉണ്ടാവുള്ളൂ. I ask God to make my spirit grow, and he puts me through diseases, failures, insults, so that I have none else to depend but him. എന്റെ ജീവിതത്തെ തകർത്ത് തരിപ്പണമാക്കി. ഞാൻ എന്താ ചോദിച്ചത്? എന്റെ ആത്മാവിന് വികാസം തരണേ, എന്റെ ആത്മാവിനെ പ്രചോദിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ഭഗവാൻ എനിക്ക് സകല അപകടങ്ങളും കൊണ്ടുവന്നു, എന്റെ ജീവിതത്തെ തച്ച് തകർത്തു. എന്നിട്ട് എന്ത് ചെയ്തു? നീ എന്നെ മാത്രം സ്നേഹിക്കുക, നീ എന്നിലേക്ക് മാത്രം വാ, സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. ഇത് എക്സിസ്റ്റൻസ് നമ്മളോട് പറയുന്ന വാക്കാ. നീ പ്രാർത്ഥിക്കാറില്ലേ, എനിക്ക് ശക്തി തരൂ, എനിക്ക് കരുത്ത് തരൂ, എൻ്റെ ആത്മാവിനെ പ്രചോദിപ്പിക്കുന്ന. ഇതാണ് അതിനുള്ള വഴി. എന്താണ്? എല്ലാ ധർമ്മങ്ങളെയും പരിത്യജിച്ച് മാമേക ശരണം വ്രജ, നീ എന്നെ മാത്രം ശരണം പിടിക്കും. അത് സാധിക്കോ? എങ്കിൽ ഞാൻ നിനക്ക് വേണ്ടതിലപ്പുറവും നൽകിയിരിക്കും. ഇത് നമുക്ക് തരുന്ന, നമ്മളും പ്രപഞ്ചവുമായിട്ടുള്ള ഒരു ഉടമ്പടിയാണ്. അതാണ് ഭഗവത്ഗീതയിലൂടെ വന്നു എന്നേ ഉള്ളൂ. പ്രപഞ്ചവും മനുഷ്യനും തമ്മിലുള്ള, ജഗത്തും ജീവനും ഈശ്വരനും തമ്മിലുള്ള ഒരു ഉടമ്പടി, വിശുദ്ധമായ ഉടമ്പടിയാണിത്. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ എന്ന് ഈശ്വരനും പ്രപഞ്ചവും ആരോട് പറയാ? ജീവനോട് പറയാണ്, നമ്മളോട് പറയും. പിന്നെയോ, ഇൻ ദ എൻഡ്
I asked God for love and grace and he made it clear it was ever there to recognize. ഞാൻ എന്നെ സ്നേഹിക്കൂ, എന്നെ അനുഗ്രഹിക്കൂ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പൊ ഈശ്വരൻ എന്താ പറഞ്ഞത്? നീ ശ്രദ്ധിക്ക്, ഇറ്റ് വാസ് എവർ ദയർ, നീ അത് റെക്കഗ്നൈസ് ചെയ്താൽ മാത്രം മതി എന്നാണ്. ഇങ്ങനെ ഇൻ ദ എൻഡ് ഐ ഗോട്ട് നത്തിങ്, ഞാൻ പ്രാർത്ഥിച്ചത് ഒന്നും എനിക്ക് കിട്ടിയില്ല. നത്തിങ് വാട്ട് ഐ ആസ്ക് ബട്ട് എവ്രിതിങ് വാട്ട് ഐ നീഡഡ്. പക്ഷേ ഞാൻ എന്തൊക്കെ എനിക്ക് ആവശ്യമായിരുന്നോ, എൻ്റെ വളർച്ചയ്ക്കും എൻ്റെ കരുത്തിനും എൻ്റെ ആത്മവികാസത്തിനും എൻ്റെ സമ്പൽ സമൃദ്ധിക്കും എന്തെല്ലാം ആവശ്യമായിരുന്നോ അത് മുഴുവൻ എന്നിലേക്ക് വന്നു. പക്ഷെ എൻ്റെ പ്രാർത്ഥനകൾ അതേപോലെ ഒരെണ്ണത്തിന് പോലും, ഒരു പ്രാർത്ഥന പോലും അതേപടി ഭഗവാൻ സാധിച്ചു തന്നില്ല. പകരം എനിക്ക് എന്തൊക്കെയായിരുന്നോ ആവശ്യമുള്ള ആ സാഹചര്യമെല്ലാം എന്നിലേക്ക് കൊണ്ടുപോകും. ഓർമ്മയിരിക്കട്ടെ, ഇതാണ് ജീവിതം, ഇത് മാത്രമാണ് ജീവിതം. പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ മുമ്പിലേക്ക് നൂലിൽ കെട്ടിയിറക്കാൻ ഒന്നും സംഭവിക്കില്ല, ഒരു മിറക്കിളും സംഭവിക്കില്ല. പക്ഷെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അത്ഭുതങ്ങൾ, അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇന്നത്തേക്ക് ഇത്ര മതി. നമ്മുടെ ക്ലാസ് നമുക്കിവിടെ കൺക്ലൂഡ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക.